ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ എഞ്ചിൻ വർക്കായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ എഞ്ചിൻ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മാറ്റിയേക്കുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അതിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മാറ്റിയ കൂട്ടത്തികളെ സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ചെയിൻ ടൈമിങ് ചെയിനാണ്, അതായത് ക്യാം ചെയിൻ എന്ന് പറയും. അതിൻ്റെ വീല് ചെയിന് അതിൻ്റെ പാഡ് സെറ്റ് അങ്ങനെ ഫുൾ സെറ്റ് കിറ്റായിട്ട് മാറ്റിയേക്കണേ. പിന്നെ ഗിയർ ബോക്സിൽ വരുന്ന എല്ലാ ബെയറിങ്ങുകളും നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഹബ്ബ് സ്ലീവിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ലൈനറൊക്കെ മാറ്റി ഹബ്ബ് സ്ലീവ് ചെയ്ത് ബ്രേക്കിൻ്റെ ഭാഗം പക്കയായിട്ടുണ്ട്. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ തന്നെ നീഡിൽ ബെയറിംഗ് ആണത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഗിയർ വീൽ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് തേർഡ് ഗിയറിൻ്റെയും ഫോർത്ത് ഗിയറിൻ്റെയും വീലുകൾ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീലുകളാണത്. അത് മെയിൻ ഷാഫ്റ്റിൻ്റെയും കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും വീലുകൾ, അതായത് 4 വീല് വരും, അത് മാറ്റിയിട്ടുണ്ട്. ഹെഡിനകത്ത് വരുന്ന വാൽവ് മാറ്റിയിട്ടുണ്ട്. വാൽവ് സീൽ കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ക്യാം ചെയിൻ്റെ ടെൻഷനർ എന്ന് പറയുന്ന യൂണിറ്റാണ്, അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓയിൽ സീൽ കിറ്റ് നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റേ ബോൾട്ട്, ബ്രേക്കിൻ്റെ സ്റ്റേ ബോൾട്ട് കംപ്ലൈൻ്റ് ഉണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും ആണത്. ക്ലച്ച് ഡിസ്കും പ്ലേറ്റും അടക്കം മാറ്റി ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗം പക്ക ക്ലിയർ ആയിട്ടാണ് ചെയ്തേക്കണേ. അത് നമ്മൾ 1 വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്തേക്കണേ. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ ഏതാണോ ആദ്യം വരുന്നത് അതാണ് വാറണ്ടി കാലാവധിയായിട്ട് കണക്ക് കൂട്ടണം കേട്ടോ. നല്ല രീതിയിൽ ഓട്ടം ഉണ്ട്, വണ്ടിക്ക് നല്ല ഓട്ടം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ പുതിയ വണ്ടി എടുത്താലും അവർ പറയുന്ന മാനദണ്ഡം ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര വർഷം ഇത്ര മാസം, അതാണ് കാലാവധി. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വാറണ്ടി കാലാവധിയായിട്ട് കണക്ക് കൂട്ടാം. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ ഏതാണോ ആദ്യം വരുന്നത് അതാണ് വാറണ്ടി കാലാവധിയായിട്ട് വരാം. അതിനകത്ത് നമ്മൾ ഫസ്റ്റിലത്തെ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അതിനകത്ത് ഏതാണോ ആദ്യം വരുന്നത് അപ്പോൾ നമ്മൾ വന്നിട്ട് അതിൻ്റെ എഞ്ചിൻ്റെ ഓയിൽ നമ്മൾ മാറ്റണം. ഓയിൽ മാറ്റണ കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ഉള്ളിലൊരു സ്ക്രീൻ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വരും, അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഈ വർക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കേസാണ്. കാരണം നമ്മൾ എൻജിൻ ക്ലീൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പൊടിപടലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വന്ന് ബ്ലോക്ക് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓയിൽ പമ്പിങ്ങിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ് കമ്പൽസറി ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കേസ് കേട്ടോ. പിന്നെ എൻജിൻ ഓയിൽ, അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഓയിൽ നമ്മൾ മാറണം. അത് കൂടാതെ നമ്മൾ ഓരോ 3000 അത് കഴിഞ്ഞിട്ട് ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ട് എൻജിൻ ഓയിൽ മാറണം. ഓയിൽ ചേഞ്ച് കമ്പൽസറി ആയിട്ട് 3000 കിലോമീറ്ററിൽ ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. എന്നാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു വാറണ്ടി സംബന്ധമായിട്ട് ക്ലെയിം തന്നാലും നമുക്കത് ക്ലെയിമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് കൃത്യമായിട്ട് ചെയ്തു പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ അത് പ്രത്യേകം എടുത്ത് പറയണതിൻ്റെ കാരണം എന്താ വെച്ചാൽ വാറണ്ടിയുടെ ടേംസിൽ അത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയണേ. പിന്നെ 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പീരിയോഡിക് സർവീസ് വരാം. അതായത് ജനറലായിട്ടുള്ള സർവീസ് വരുന്നത് 4 മാസം കൂടുമ്പോഴാണ്. സർവീസ് കറക്റ്റ് 4 മാസത്തിൽ ചെയ്താൽ മതി. പക്ഷേ ഓയിൽ ചേഞ്ച് കൃത്യമായിട്ട് 3000 കിലോമീറ്ററിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യത്തെ ആ ഒരു ഓയിൽ ചേഞ്ച് ഒഴിച്ച് ബാക്കിയതെല്ലാനും 3000 മാറ്റിയാൽ മതി. ആദ്യത്തെ ഓയിൽ ചേഞ്ച് 1000 കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വാറണ്ടിയുടെ ഒരു കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യാം. അതും പ്രകാരം നമുക്കത് ക്ലിയറായിട്ട് കൊണ്ടുനടക്കാനായിട്ട് പറ്റും, വേറെ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഒരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മിസ്സിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് മിസ്സിങ് കംപ്ലയിൻറ്റുകൾ കാണിക്കുക. ഒന്ന് പെട്രോൾ റിലേറ്റഡ് ആയിട്ട് വന്ന പ്രോബ്ലവും, രണ്ടാമത് വന്നത് ഇലക്ട്രിക്കലായിട്ടുള്ള കംപ്ലയിൻറ്റും. ഇപ്പോൾ നമുക്ക് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടത്തി മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയറിങ്ങിൻ്റെ ഭാഗത്ത്, അതായത് ഓയിലൊക്കെ കയറി കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരിക്കാം ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചായിരുന്നത്. നേരെ മറിച്ച് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണെങ്കിൽ മിസ്സിങ് റിപ്പീറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിക്കൽ കംപ്ലയിൻറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CD യൂണിറ്റ്, HT കോയിൽ എന്ന് പറയുന്ന ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിലവിൽ ചില കേസിൽ വണ്ടി ഓടി നല്ല രീതിയിൽ ഹീറ്റായി കഴിയുമ്പോഴൊക്കെ കംപ്ലയിൻറ്റ് കാണിക്കുള്ളൂ. പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ പോലും മിസ്സിങ്ങിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് ഇലക്ട്രിക്കലായിട്ടുള്ള പ്രോബ്ലമാണ് വന്നതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുറേ ഓടി ഹീറ്റാകുമ്പോഴൊക്കെ ആയിരിക്കാം ചില കേസിൽ കംപ്ലയിൻറ്റ് കാണിക്കുക. അങ്ങനെ പല രീതിയിലാണ് പ്രശ്നം മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സുകൾ വന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇപ്പം നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓടിച്ചിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ മിസ്സിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം. അതെന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത് നോക്കി അത് എത്ര കിലോമീറ്റർ, ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻറ്റ് മിസ്സിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാവും ആ ഒരു കംപ്ലയിൻറ്റിന്. അതായത് ചില കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടി, നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടി ഇപ്പോൾ എത്ര കിലോമീറ്റർ വേഗതയിൽ ഓടുമ്പോഴാണ് പ്രശ്നം കാണിക്കണമെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. എത്ര ദൂരം ഓടുമ്പോഴാണ് കംപ്ലയിൻറ്റ് കാണുന്നതെന്നുള്ളതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് അതേ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ആ കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും കംപ്ലയിൻറ്റ് പരിഹരിക്കാനും പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ വണ്ടിക്ക് ആ കംപ്ലയിൻറ്റ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2 രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കാം.
അപ്പോൾ എൻജിൻ സംബന്ധമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആ ഓയിൽ കയറി കത്തിയിട്ട് വന്ന പ്രോബ്ലം ആണെങ്കിൽ അത് സോൾവ് ആയിട്ടുണ്ട്, നോ പ്രോബ്ലം. ഇനി റിപ്പീറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക്കൽ ആവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കത് എന്തിൻ്റെയാണെന്നുള്ളത് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുക, അത് കൃത്യമായിട്ട് നമ്മളോട് ഷെയർ ചെയ്യുക. അതും പ്രകാരം നമ്മളത് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത്, ആ കംപ്ലയിൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിൽ നോക്കി നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന് ബില്ലായി കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളും. അപ്പോൾ അതിനകത്ത് നമ്മളതിൻ്റെ സർവീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ, ചെയ്യേണ്ട രീതിയൊക്കെ, ആഫ്റ്റർ സർവീസായിട്ട് ചെയ്യണം, എൻജിൻ വർക്കിന് ശേഷം ചെയ്യേണ്ട വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് തരാം. അത് പ്രകാരം ചെയ്യാനായിട്ട് നോക്കാം. ഇത് കൃത്യമായിട്ട് ചെയ്തു പോകുന്ന കേസാണ്, അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബില്ലായി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ.